മെഡിക്കൽ കോളേജിൽ നിന്നും തൊണ്ടയാട് വരെയുള്ള റോഡാണിത്. നഗരത്തിലെ പ്രധാന പാത കൂടിയാണിത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് പൈപ്പിടുന്നതിനാണ് റോഡ് വെട്ടിപ്പൊളിക്കുന്നത്. ചേവായൂർ വരെയുള്ള ഭാഗങ്ങളിൽ പൈപ്പിടൽ ഏകദേശം പൂർത്തിയായി. പക്ഷേ റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടികളൊന്നും നടത്തിയിട്ടില്ല. നിലവിൽ ഇവിടെ റോഡില്ലെന്ന് തന്നെ പറയാം. ഓടിക്കണമെങ്കിൽ വല്ലാത്തൊരു തന്നെ, നഗരത്തിൽ നരകയാത്രയാണ്. ഒന്ന് പൊടി, പിന്നെ ബൈക്കൊക്കെ ആകുമ്പോൾ ഒരു കല്ല് തന്നെയാൽ മതി, ഇവിടെ അപകടങ്ങൾ പെരുക്കാണ്. കാരണം ഇത് നമുക്ക് പേടിയുണ്ടെങ്കിലല്ലേ നമ്മളെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നോക്കുമ്പോഴായിരിക്കും ആ സമയത്ത് വേറെ ആൾക്ക് കിട്ടും. അങ്ങനെയാണ് പൊതുവെ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. റോഡില്ല, ഇപ്പൊ കംപ്ലീറ്റ് കുഴിച്ചിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടിയെല്ലാം ഓടിക്കാൻ. കഴിഞ്ഞ ദിവസവും മാസങ്ങൾക്ക് മുമ്പും റോഡിലെ കുഴികൾ കാരണം ബൈക്ക് അപകടത്തിൽ 2 പേർ മരിച്ചിരുന്നു. ഇതിനു പുറമെ റോഡരികിലെ കടക്കാരും പൊടിശല്യം മൂലം വലയുകയാണ്. ഈ പൊടിമണ്ണ് വെച്ചിട്ട് രാത്രി നമുക്ക് കിടക്കാൻ തന്നെ ആയില്ല. അസ്വസ്ഥത, ഭയങ്കര അസ്വസ്ഥത, ഭയങ്കര പൊടിയാണ്. ഒന്നും കഴിക്കില്ല, കച്ചവടം നടക്കുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വഴിയിലൂടെ വാഹനം ഓടിക്കാൻ അഭ്യാസം തന്നെ പഠിക്കണം. റോഡിന്റെ ശോച്യാവസ്ഥയും ബസ്സുകളുടെ അമിത വേഗവും കൂടിയാകുമ്പോൾ ജീവൻ രക്ഷപ്പെട്ടാൽ അത് ഭാഗ്യം. ക്യാമറ പേഴ്സൺ സഞ്ജു പൊറ്റമ്മലിനൊപ്പം ഷിത, മീഡിയ 1 കോഴിക്കോട്.